ഭക്തര് ക്ഷേത്ര പരിസരത്ത് ചെരുപ്പിട്ട് പോവില്ല, അല്ലെങ്കിൽ പോകാവുന്ന സ്ഥലമായിരിക്കും. ക്ഷേത്രത്തിന്റെ പരിധികളിൽ ചെരുപ്പ് ധരിച്ച് പോകാവുന്ന സ്ഥലത്തെ ഭക്തന്മാര് പോകൂ. എന്നാലും നമ്മള് മെതിയടി ഇട്ട് വന്നു, മെതിയടി അവിടെ വെച്ചിട്ട് അങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ. സ്റ്റേജിലേക്ക് കയറുമ്പോൾ മെതിയടി ഇട്ട് കയറാൻ വൈക്കില്ല. അത് എങ്ങനെയൊക്കെ അങ്ങനെയാ. കാരണം നമ്മളിവിടെ ദീപം വെച്ചിട്ട് ആ ഒരു ഭാവനയിലാണ് ഈ സ്റ്റേജിനെ കാണുന്നത്. ഇത് കഴിഞ്ഞു, നാളെ ഈ സ്റ്റേജ് വേറെ കാര്യത്തിന് ഉപയോഗിക്കുന്നുണ്ടാവും, അപ്പൊ നോട്ടമില്ല. എന്നാൽ ഈ കലാപരിപാടി കാണാനും മറ്റും വരുന്നവർ ചെരുപ്പ് മാത്രമല്ലല്ലോ ഉപയോഗിക്കുക. കലാപരിപാടിയൊക്കെ കഴിഞ്ഞു പോയാൽ ഒഴിഞ്ഞ കുപ്പികളൊക്കെ കുറെ ഉണ്ടാവും, ഉണ്ടാവില്ലേ? കുറ്റികൾ ഉണ്ടാവും, കഞ്ചാവിന്റെയും സിഗരറ്റിന്റെയും ബീഡിയുടെയും ഒക്കെ കുറ്റികൾ ഉണ്ടാവും, ഉപയോഗിച്ച കുപ്പികൾ ഉണ്ടാവും. മേൽവസ്ത്ര നിരോധനത്തിനെതിരായ ആഹ്വാനം ഇത്തരം ദുഷ്ചെയ്തികൾക്ക് വളം വെച്ചുകൊണ്ട്. അപ്പൊ മേൽവസ്ത്ര നിരോധനം ഇല്ലാത്തതുകൊണ്ടാ അപ്പൊ ചെയ്യുന്നത്. ഇതിൽ തന്നെ ഉത്തരം വ്യക്തമല്ലേ? ഇപ്പൊ തിരുമാന്താംകുന്നിൽ ആരെങ്കിലും ഉള്ളിൽ ഷർട്ടിട്ട് പോകാറുണ്ടോ? ഇല്ല. അപ്പോ ഷർട്ടിട്ട് പോവാം എന്ന് വന്നത് കൊണ്ടാണോ ഈ പറഞ്ഞ ചെരുപ്പിട്ട് പോണത്? അത് രണ്ടും തമ്മിൽ ബന്ധിപ്പിക്കരുതാത്ത വിഷയങ്ങളാണ്. നമ്മൾ അവിടെയും ഇവിടെയും അഴുക്കിലും ഒക്കെ നടന്ന വസ്തു ഇട്ടിട്ട് അകത്തേക്ക് പോകരുത്. ഇനി അവിടുത്തെ ശുദ്ധിക്ക് അനുസരിച്ച് ഉപയോഗിക്കാനുള്ള ചെരുപ്പുണ്ടോ? ഇട്ടോട്ടെ, നമുക്കെന്ത് വേണം? അപ്പൊ അവിടുത്തെ തന്ത്രി തന്നെ ആയിക്കോട്ടെ, അദ്ദേഹം മെതിയടിയിട്ടിട്ടാണോ പോണത്? പോയിക്കോട്ടെ, നമുക്കെന്ത് വേണം? പക്ഷെ അദ്ദേഹം പുറത്ത് റോഡുമ കൂടെ ഇട്ട മെതിയടിയിട്ടാ പോവില്ല, അത് പറ്റില്ല. അത് അവിടുത്തെ അഴുക്കും തുപ്പലും അതും ഇതും ഒക്കെ ഉണ്ടാവും. അത് ചവിട്ടിയുള്ള സാധനം കൊണ്ട് അകത്ത് പോവില്ല. നേരെ മറിച്ച് ആ പ്രാകാര പരിധി വരെ അത് കൊണ്ടുവന്നു. പ്രാകാര പരിധിക്ക് ഉള്ളിൽ പോകുമ്പോൾ അവിടെ ഉപയോഗിക്കാൻ അദ്ദേഹം മെതിയടി അകത്ത് വെച്ചിട്ടുണ്ട്. അദ്ദേഹം ശ്രീകോവിൽ വരെ പോയിക്കോട്ടെ, നമുക്കെന്ത് വേണം? ശുദ്ധി പാലിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒക്കെ തത്വങ്ങൾ.